പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ മേഖലകളിലും അതിശക്തമായ മഴ തുടരുന്നു. 11,000 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ഉത്തരാഖണ്ഡിൽ 118 റോഡുകൾ അടച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ മേഖലകളിലും പ്രളയഭീതിയും ശക്തമായ മഴയും തുടരുകയാണ്. മഴയോടൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. രാജ്യത്തെ മഴമേഘങ്ങൾ മൂടുന്നു എന്ന് തന്നെയാണ് പൊതുവിൽ പറയാൻ പറ്റുന്നത്. ജൂണിൽ പിൻവാങ്ങിയ മൺസൂൺ ശക്തമാകുന്നു. രാജ്യത്തുടനീളം കാലവർഷം ശക്തമാകുകയാണ്. ഹിമാചലിലും ഉത്തരാഖണ്ഡിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. റോഡുകൾ വെള്ളത്തിൽ മുങ്ങി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം എത്തിയതായാണ് IMD പറയുന്നത്. വരും ദിവസങ്ങളിലും ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നും പ്രവചനമുണ്ട്. ഉത്തരേന്ത്യൻ മലയോര മേഖലകളിലെല്ലാം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്ക് കാലാവസ്ഥാ വകുപ്പ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകയുടെ ചില ഭാഗങ്ങൾ, തമിഴ്നാട്, പുതുച്ചേരി, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴ ലഭിക്കും. രാജ്യത്ത് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് അപകടങ്ങളിൽ ഇതുവരെ 30 പേർ മരണപ്പെട്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ഗുജറാത്തിലാണ്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇവിടെ 21 പേർക്ക് ജീവൻ നഷ്ടമായി. വിവിധ സ്ഥലങ്ങളിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. റോഡുകൾ തകരുകയും പാലങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തതിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും കഴിഞ്ഞ 24 മണിക്കൂറായി തുടർന്ന കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രളയം രൂക്ഷമായ സ്ഥലത്ത് നിന്നും ഇതിനകം 11,000-ഓളം ആളുകളെ സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.